ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ മായാദർശനത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൃതിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ ആമുഖമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യമായി എന്താണ് മായ, എന്താണ് ദർശനം, ഈ രണ്ട് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. യാ മ തത് മായ, യാതൊന്നാണോ ഇല്ലാത്തത് അതാകുന്നു മായ. ഇനി ദർശനമെന്ന് പറഞ്ഞാൽ തത്വശാസ്ത്രം എന്ന ഫിലോസഫി എന്ന് പറയുന്ന അത് തന്നെയാണ് ദർശനം. പക്ഷേ അത് അല്പം കൂടെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ സത്യസാക്ഷാത്കാര സാധനയിലൂടെ യോഗീശ്വരന്മാരായിരുന്ന ഋഷീശ്വരന്മാർ അവരുടെ അന്തർനേത്രത്തിൽ ദർശിച്ച അറിവ് എന്നാണ് ദർശനം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം. വാസ്തവത്തിലില്ലാത്തതും എന്നാൽ ഉണ്ടെന്ന് തോന്നൽ ജനിപ്പിക്കുന്നതുമായ യാതൊന്നാണോ ഉള്ളത് അതാണ് മായ എന്നാണ് മായയെപ്പറ്റി നിർവചിച്ചിരിക്കുന്നത്. ഭാരതീയ ദർശനശാസ്ത്രങ്ങളിൽ അദ്വിതീയമായൊരു സ്ഥാനമാണ് മായാദർശനത്തിനുള്ളത്. പ്രാപഞ്ചികമായ സർവ്വതും മായയാകുന്നു എന്നാണ് മായാദർശനം സിദ്ധാന്തിക്കുന്നത്. മായ എന്ന പദത്തിന് അഭാവം എന്ന അർത്ഥമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അഭാവം എന്നതിന് ശൂന്യത എന്നല്ല അർത്ഥം. ശൂന്യവാദവും മായാദർശനവും ഒന്നല്ല എന്നു സാരം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന ദാർശനിക കൃതിയിലെ 4ാമത് ഖണ്ഡമാണ് മായാദർശനം. മായ എന്താകുന്നുവെന്നും അതിൻ്റെ പര്യായങ്ങൾ എന്തൊക്കെയാണെന്നും മായാദർശന വിവക്ഷ എന്താണെന്നും സമഗ്രമായി വിശദീകരിക്കുന്ന 10 ശ്ലോകങ്ങളാണ് ഗുരുകൃതമായ മായാദർശനത്തിലുള്ളത്. വാസ്തവത്തിൽ ഇല്ലാത്തതെന്തോ അതാകുന്നു മായ എന്ന നിർവചനത്തോടു കൂടിയാണ് ഗുരുകൃതമായ മായാദർശനം സമാരംഭിക്കുന്നത്. വിദ്യയായും അവിദ്യയായും പരയായും അപരയായും തമസായും പ്രധാനമായും പ്രകൃതിയായും പല പ്രകാരത്തിൽ മായ വിലാസം ചെയ്യുന്നു എന്നാണ് 1-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഘടോത്പത്തിക്ക് മുമ്പ്, അതായത് കുടം എന്ന പാത്രം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് മൃത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് മണ്ണ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് അനുഭവപ്പെട്ട ഘട അഭാവത്തെയാണ് മായ എന്ന് മനസ്സിലാക്കേണ്ടത് എന്നും പറഞ്ഞതിന് ശേഷം ജഗത് ഉത്പത്തിക്ക് മുമ്പ് യാതൊന്നാണോ ഉണ്ടായിരുന്നത്, ജഗത് അഭാവമായി വിരാജിക്കുന്ന ആ ഉണ്മയാകുന്നു ബ്രഹ്മം എന്നും ബ്രഹ്മം മായയുടെ അമേയ വൈഭവം തന്നെയാകുന്നു എന്നുമാണ് 2-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനാത്മാവ് സത്തല്ല എന്നും ആത്മാവ് സത്താകുന്നുവെന്നും യാതൊന്നിൽ നിന്നാണോ അറിയുന്നത് അതാകുന്നു വിദ്യ എന്നും ഇതിനെ രജ്ജു സർപ്പന്യായത്തോട് ചേർത്ത് വെച്ച് അപഗ്രഥിച്ചറിയണം എന്നും 3-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അനാത്മാവിനെ ഉള്ളതായും ആത്മാവിനെ ഇല്ലാത്തതായും അറിയുന്നത് യാതൊന്നിനാലാണോ അതാകുന്നു അവിദ്യ എന്നും രജ്ജു സർപ്പന്യായത്തിലൂടെ തന്നെ ഇതിനെയും അപഗ്രഥിച്ചറിയാവുന്നതാണെന്നും 4-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ചിദാത്മാവിൻ്റെ സൂക്ഷ്മാംഗങ്ങളായ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണങ്ങൾ എന്നിവ
യാതൊന്നിനാലാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുതന്നെയാകുന്നു പര എന്ന മായ എന്ന് 5-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ചിദാത്മാവ് സ്വന്തം മായയാൽ മേൽപ്പറഞ്ഞ സൂക്ഷ്മാംഗങ്ങളെ അവലംബിച്ച് സുഖിയായും ദുഃഖിയായും മോഹിക്കപ്പെടുന്നുവെന്നും പരമാർത്ഥത്തിൽ യാതൊന്നും തന്നെ ഇല്ല എന്നുമാണ് 6-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സുഖദുഃഖങ്ങളുടെ ആപേക്ഷികതയും അഭാവാനുഭൂതിയും താത്വികമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രപഞ്ചം ഇന്ദ്രിയ വിഷയമാകുന്നുവെന്നും യാതൊന്നിനാലാണോ അങ്ങനെയുള്ള പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് അതാകുന്നു അപര എന്ന മായ എന്നുമാണ് 7-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ സ്ഥൂല സങ്കല്പങ്ങൾ ജനിപ്പിക്കുന്നത് അപര എന്ന മായയാണെന്ന് കൂടി ഈ ശ്ലോകത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മുത്തുച്ചിപ്പിയിൽ കൽപ്പിതമായിരിക്കുന്ന വെള്ളിക്കു കാരണമായി വർത്തിക്കുന്നത് പോലെ ആത്മാവിൽ കൽപ്പിതമായ ലോകത്തിന് യാതൊന്നാണോ കാരണമായിരിക്കുന്നത് അതിനെ തമസ് എന്ന് മനസ്സിലാക്കണം എന്നാണ് 8-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിത്തിൽ വൃക്ഷമെന്ന പോലെ പ്രാപഞ്ചികമായ സർവ്വതും മായയിൽ ഒതുങ്ങുന്നു എന്നുള്ളത് കൊണ്ടോ പ്രാധാന്യം കൊണ്ടോ ഇതിനെ പ്രധാനമെന്ന് പറയുന്നു എന്നാണ് മായയുടെ പ്രധാനമെന്ന ഭേദത്തെപ്പറ്റി 9-ാം ശ്ലോകത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. ഗുണങ്ങളെ പ്രകർഷേണ വേർതിരിക്കുന്നത് കാരണം ത്രിഗുണാത്മികമായ മായയെ പ്രകൃതി എന്ന് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 10-ാം ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു. മായാദർശനത്തിൻ്റെ സംക്ഷിപ്തവും സമഗ്രവുമായൊരു വിശദീകരണമാണ് 10 ശ്ലോകങ്ങളടങ്ങുന്ന മായാദർശനം എന്ന ഖണ്ഡത്തിൽ ഗുരു നൽകിയിരിക്കുന്നത്. ഇതര ദാർശനിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന വിശദീകരണങ്ങളിലെ ക്ലിഷ്ടത അനുഭവപ്പെടാത്ത രീതിയിലാണ് സുഗ്രാഹ്യവും സുവ്യക്തവുമായി ഗുരു മായാദർശനത്തെ വിശദീകരിച്ച് നൽകിയിരിക്കുന്നത്. അദ്വൈത വേദാന്ത ദർശനത്തിൽ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മസത്ത തന്നെയാണ് അമേയ വൈഭവങ്ങളോടുകൂടിയ മായയായി മായാദർശനത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്വൈത ദർശനപ്പൊരുൾ സാക്ഷാത്കരിച്ചെടുക്കാൻ ഗുരുകൃതമായ മായാദർശനം പര്യാപ്തം തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മായാദർശനത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഈ ദർശനം സംസ്കൃതത്തിലാണ് ഗുരു രചിച്ചിരിക്കുന്നത്. ഉപനിഷത്തുക്കളിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന പദഘടനയും ശൈലിയുമാണ് ഈ കൃതിയുടെ ദർശനമാല എന്ന് പറയുന്ന ആ കൃതിയുടെ രചനയിൽ ഗുരു സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപനിഷത്തുക്കൾ പഠിക്കുന്ന ഗൗരവത്തോടുകൂടി ഈ കൃതിയെ നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് മായാദർശനം എന്ന ഈ കൃതിയിലെ 4-ാമത് ഖണ്ഡത്തെപ്പറ്റി ആമുഖമായി പറയുവാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.